ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അതായത് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഉച്ചവരെയാണ് ഡ്യൂട്ടി ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച എന്തെങ്കിലും കടിയെല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് അയിലനെ കൊണ്ട് മീനടി ഉണ്ടാക്കി, പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കി. കേക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്താക്കി, ചോക്ലേറ്റ് ബനാന കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ അയില നേരത്തെ പൊരിച്ച് വെച്ചിന്. ഇനി ഇതുപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് മസാല ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് വാട്ടി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു മീനട. അയില വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഉള്ളി വാട്ടുന്നതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചെറുങ്ങനെ മുറിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ല ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഗരം മസാലപ്പൊടി, ലേശം ഉപ്പ് നമ്മൾ മീനിൽ ചേർത്ത് കൊടുത്തിനല്ല, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നുള്ളിയിട്ട മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതായിട്ട് മുറിക്കുക. അപ്പോൾ ഞാനിത് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുങ്ങനൊന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന അരി ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിന്. ഞാൻ അരി കുഴക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അരി റൊട്ടിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിന് മുമ്പെല്ലാം ഇട്ടിനില്ല. അപ്പോൾ ആ ഒരു അരി തന്നെയാണിത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ മസാല ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ അരി റൊട്ടിക്ക് ഇറക്കുന്ന അരി തന്നെ. എന്നിട്ട് അരി കുഴച്ചതിന് ശേഷം ചെറിയൊരു ബോളാക്കിയിട്ട് ഇതുപോലെ റൗണ്ടിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് പണ്ടം വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് എല്ലാ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിപ്പച്ചെമ്പിൻ്റെ തട്ടിൽ എന്തെങ്കിലും വാഴച്ചപ്പ അല്ലെങ്കിൽ ഫോയിലെങ്ങാനും വെച്ചിട്ട് നമ്മൾ ഈ പരത്തിയ അട ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയിട്ട് തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അളവെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മതി. ഇനി ഈ പരത്തിയ അടയെല്ലാം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിനു. അപ്പോൾ അതൊന്ന് തിളക്കുന്നുണ്ട്. ഇനി ഈ അട വേകുന്ന നേരം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ 2 ഫിലിപ്പീൻസിൻ്റെ പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിൽ ചെറുങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 2 പഴത്തിന് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ടേ, വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് വെറും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്നാണ്. പിന്നെ പഴം കണ്ടുകൊണ്ട് പഴം കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഞാനിതാ ഈ ഒരു പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ, പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും, പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ അങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. ഞാനിട്ടെടുത്തത് ചോക്ലേറ്റ് ചിപ്സാണ്. എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ചിപ്സിന് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടെടുത്തത്. ഞാൻ ഒരു 2 ടീസ്പൂണോളം ഇട്ടെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതിൽ ഓയിൽ വരട്ടി കൊടുക്കുക. ഓയില ബട്ടർ എന്തെങ്കിലും പരട്ടി കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് ബട്ടർ പേപ്പറിൻ്റെ മേലേലും ഓയിൽ പരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബേക്കിംഗ് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളടുത്ത് റൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. പിന്നെ ഞാനിത് ഓവണിലാണ് ചെയ്തെടുക്കുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങളടുത്ത് ഓവൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് ചെമ്പിലോ അല്ലെങ്കിൽ കുക്കറിലോ അരിപ്പച്ചെമ്പിലെങ്ങാനോ ബേക്ക് ചെയ്തെടുത്താലും മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായക്കും വെച്ചിനു. അപ്പോൾ ചായ റെഡിയായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓവണിൽ വെച്ച കേക്ക് ഇവിടെ റെഡിയായി, മീനടി റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും ചായ കൂടിയും കഴിഞ്ഞു. അപ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. ഞാനിത് ഇതെല്ലാം ആക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നാസ്തൻ്റെ പണിയിലേക്ക് കിടന്നത്. അപ്പോൾ ഞാനിന്ന് ആട്ടപ്പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ മട്ടൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ആട്ടപ്പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ലേശം ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാര പിന്നെ ഒരു മുട്ട, എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കാറ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിന് കുറച്ചൊരു ആവിയിൽ കുഴച്ചെടുക്കാൻ. കൂടുതൽ വെള്ളമായും ചേർത്ത് പിന്നെ അതുപോലെ തന്നെ നന്നായി ഹാർഡാകാനും പാടില്ല. അപ്പോൾ ഞാനിതാ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് 6 kg പുരട്ടിയിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ഈ മസാലയെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം. അപ്പോൾ ഞാൻ ഈ ഒരു കറിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല, ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിനി, ഈ ഒരു മട്ടൻ കുറുമ ഉണ്ടാക്കുന്നതിൻ്റെ ഇതുള്ള റൊട്ടിയും മട്ടൻ കുറുമ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കണേ. ഇതുള്ള റൊട്ടിയും മട്ടൻ കുറുമ പിന്നെ അതുപോലെ തന്നെ ഇറച്ചിച്ചോറ്, അങ്ങനെ നല്ല നല്ല റെസിപ്പികളെല്ലാം കുറേ ആൾ ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഞാൻ ഓരോ നല്ല നല്ല റെസിപ്പീസുകളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറേ ആൾ ചോദിക്കുന്നതിനെല്ലാം റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കും ഞാൻ കൊടുക്കാണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഞാനിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ 2 ഗ്രാമ്പൂ 2 ഏലക്കായും പിന്നെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിന്. അതിന് ശേഷം നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. ഞാൻ 2 ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ ഉള്ളി വാടുന്ന നേരം കൊണ്ട് ഞാൻ ഈ ഇറച്ചി ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറി നിങ്ങൾക്ക് മട്ടൻ വെച്ചിട്ട് മാത്രമല്ല ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്, ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും. പിന്നെ ഞാൻ കൂടുതൽ കുറുമ ഉണ്ടാക്കൽ മട്ടനെ കൊണ്ടാണ്. മട്ടനെ കൊണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഉള്ളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, ഞാൻ 2 തക്കാളിയാണ് എടുത്തത്, ചെറുതായിട്ട് മുറിച്ച തക്കാളി ഇട്ടിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ 2ാം പാലിൽ ഈ ഇറച്ചി വേവിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ 2ാം പാലിൽ അങ്ങനെ വേവിച്ചെടുക്കാൻ നിൽക്കില്ല, വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുക്കൽ. നിങ്ങൾക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 2ാം പാൽ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇറച്ചി വേകുന്ന നേരം കൊണ്ട് ഇതാ ഞാൻ പൊറോട്ടൻ്റെ മാവ് ഓരോ ബോളാക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് എത്രയാണ് മാവ് എടുക്കുന്നത് അത്രയും എടുത്തിട്ട് ഇതുപോലെ ഓരോ ബോളാക്കിയിട്ട് വെക്കാം. ഇതുപോലെ ബോളാക്കിയതിന് ശേഷം എന്താ ചെയ്യുക, നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്താൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പരത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെ ഒന്ന് കുറച്ച് നമ്മൾ മറ്റേ മൈദ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും ഓയിലൊന്നും വേണ്ട ഇതിന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം.
അപ്പോൾ ഞാനിത് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മൈദപ്പൊടി നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെയറാക്കി കൊടുക്കാം. ലെയറാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഈ ഒരു പൊറോട്ട. ഇനി പിന്നെ ഞാൻ വേറൊരു രീതിയിലും കൂടി കാണിക്കാം. അപ്പോൾ ആ രീതിയിലും കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഞാൻ ഇതിനു മുമ്പ് ഒരു പൊറോട്ടൻ്റെയും ബീഫ് കറിൻ്റെയും റെസിപ്പി ഇട്ടിനി. അപ്പോൾ ഞാനതിൽ പൊറോട്ട 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ച പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലും കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാനിത് പരത്തിയെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നതാണ്. എന്നിട്ട് 2 ഭാഗത്തുനിന്നും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ചെയ്തതിലും കുറച്ചും കൂടി ലെയറായിട്ട് കിട്ടാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. എല്ലാ മാവും ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചുടാൻ വേണ്ടി തുടങ്ങാം. അതിനിടയ്ക്ക് നമ്മൾ കറി അടുപ്പത്ത് വെച്ചില്ല. അപ്പോൾ ഞാൻ ഇറച്ചിയെല്ലാം നല്ലോണം വന്നതിന് ശേഷം ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുത്ത്, എന്നിട്ട് ഞാനിതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ മല്ലിച്ചപ്പ് ചെറുങ്ങനെ മുറിച്ചിട്ടതും. എന്നിട്ട് ഒന്ന് തിളക്കാനാകുന്ന സമയത്ത്, അതായത് ചെറുങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മളെ മട്ടൻ കുറുമയുടെ റെഡിയായി. ഇനി ഞാൻ പൊറോട്ട പരത്തിയിട്ട് ചുടാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ സാധാരണ മൈദ പൊറോട്ടയെല്ലാം ചുടുന്ന പോലെ തന്നെ. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു പൊറോട്ട ഞാൻ അടിക്കുന്നില്ല. നമ്മൾ മറ്റേ മൈദ പൊറോട്ട അടിക്കുന്നുണ്ടല്ലോ, ചുട്ടുകഴിഞ്ഞാൽ ആ ചൂടോടെ തന്നെ അടിക്കുന്നുണ്ടല്ലോ, ഞാനിത് അടിക്കുന്നില്ല. നിങ്ങൾക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ആട്ടപ്പൊറോട്ട ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ആട്ടപ്പൊറോട്ട. പെട്ടെന്ന് തന്നെ ആയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നത് RKG ആണ് കേട്ടോ. നിങ്ങൾക്ക് RKG ഓയിലും മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. വെറും RKG വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡാൽഡയും ഓയിലും മിക്സ് ആക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചുടുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ലെയറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി കുറച്ച് പാത്രം കയറ്റെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കയറ്റെടുത്ത്, പിന്നെ അതിന് ശേഷം ഈ കൗണ്ടർ ടോപ്പിലൊന്ന് സോപ്പിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി. നമ്മൾ പൊറോട്ട പരത്തിയല്ല, അപ്പോൾ എന്തായാലും ഓയിലെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഭക്ഷണം വിളമ്പുന്നതിൻ്റെയും പിന്നെ കഴിക്കുന്നതിൻ്റെയൊന്നും വീഡിയോ പിന്നെ ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ പിന്നെ ഈ പർദ്ദ ഒലിമ്പിടാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം തന്നെ ഭക്ഷണം കഴിച്ചപാട് പർദ്ദ ഒലിമ്പിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിനി ഒലിമ്പിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഓരോ പണിത്തിരക്കിലെല്ലാം ആയിപ്പോയിട്ട് അങ്ങ് മറന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയൊരു നൈറ്റ് റുട്ടീന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.